ക്ഷണിക്കുന്നതിന്റെ രീതി അറിയാവുന്ന ആളുകൾക്ക് അറിയാം. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ക്ഷണക്കത്ത് കൊടുത്താൽ കൊടുക്കുന്ന ആളുകളുടെ അത്രയും എണ്ണം അനുവദിച്ചിട്ടല്ല അവിടെ നിന്ന് വരിക. ചിലപ്പോൾ അവർ കൂട്ടിച്ചേർക്കും. ഇപ്പം ഇവിടെ തന്നെ മെട്രോ ഉദ്ഘാടനം നടക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകുമല്ലോ, അന്നത്തെ BJP പ്രസിഡന്റ് ലിസ്റ്റിലുണ്ടായിരുന്നു, പല മന്ത്രിമാരും ലിസ്റ്റിൽ നിന്ന് അവർ വെട്ടിയിരുന്നു. ഇപ്പം ഇവിടെയും അപ്പോൾ ക്ഷണം പരിപാടിക്ക് എല്ലാവരും ക്ഷണിക്കാമല്ലാതെ ഇന്ന ചുമതല നിർവഹിക്കണമെന്ന് സംസ്ഥാന ഗവൺമെന്റിന് മാത്രമായിട്ട് തീരുമാനമെടുത്ത് അറിയിക്കാൻ കഴിയാവുന്ന പദ്ധതിയല്ല. സംസ്ഥാന ഗവൺമെന്റ് പ്രതിപക്ഷ മേധാവിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് യൂണിയൻ ഗവൺമെന്റ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് നൽകിയിട്ടുള്ളത് എന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കി, തുറമുഖ വകുപ്പ് മന്ത്രി വ്യക്തമാക്കി. അവിടെ നിന്ന് അംഗീകാരം കിട്ടിക്കഴിഞ്ഞാലാണ് പിന്നെ നിങ്ങൾ സ്റ്റേജിൽ ഉണ്ടാകണം എന്ന് പറയാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെന്റിനുള്ളൂ. അതെനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് പരിചയമില്ലാത്തതുകൊണ്ട് സംഭവിച്ചതായിരിക്കും. അത് യഥാർത്ഥത്തിൽ ഇത് അറിയാവുന്ന, പ്രൊസീജിയർ അറിയാവുന്ന ആരാണെങ്കിലും കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുക എന്നൊരു മര്യാദ സ്വീകരിക്കുമായിരുന്നു. അല്ല, അവര് അവകാശവാദം വയ്ക്കും. നമുക്ക് തരേണ്ട പൈസ ഇങ്ങ് തന്നാൽ കുറച്ചെങ്കിലും ഞങ്ങൾ ഇത് കൊടുത്തിരിക്കുന്നു ഉദ്ഘാടനത്തിന് മുമ്പ് എന്ന് പറയാൻ കഴിയുമായിരുന്നു. അതായിരിക്കും കുറെ കൂടി നല്ലത്.